ഓഗസ്റ്റ് 1 മുതലാണ് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾക്കും 500 മില്ലി ലിറ്ററിൽ താഴെയുള്ള ഒറ്റത്തവണ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്കും വിലക്ക് പ്രാബല്യത്തിൽ വന്നത്. നിരോധനം നടപ്പാക്കുന്നതിന് മുൻപ് വ്യാപാരികളുമായി യോഗങ്ങൾ ചേർന്ന് ബോധവൽക്കരണം നടത്തിയിരുന്നു. പഞ്ചായത്തിന്റെ തീരുമാനത്തിന് വ്യാപാരികളും സഹകരണം അറിയിച്ചതോടെയാണ് സമ്പൂർണ്ണ നിയന്ത്രണം നടപ്പിലാക്കിയത്. നിരോധനം ഫലപ്രദമായി നടപ്പാക്കാൻ ദിവസവും 6 മുതൽ 8 പേർ വരെ ഉൾപ്പെടുന്ന പ്രത്യേക സ്ക്വാഡാണ് ടൗണിലും പരിസര പ്രദേശങ്ങളിലുമുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നത്. ഓഗസ്റ്റ് 1 തീയതി മുതൽ മൂന്നാർ ഗ്രാമപഞ്ചായത്തിൽ നിരോധിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളും അതുപോലെ തന്നെ 500 മില്ലിക്ക് താഴെയുള്ള കുപ്പികൾ പൂർണ്ണമായി ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായി കർക്കശമായിട്ടുള്ള നടപടിയുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായി ദിവസേന 6 മുതൽ 8 പേരടങ്ങിയ സ്ക്വാഡ് മൂന്നാർ ടൗണിൽ വിവിധ ഭാഗങ്ങളിൽ പരിശോധന നടത്തുകയും പലതരത്തിൽപ്പെട്ട കടകളിൽ നിന്നും നമുക്ക് 16 കിലോയോളം ഉള്ള നിരോധിച്ച പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ പിടിച്ചെടുക്കുകയും അതോടൊപ്പം തന്നെ 4 കേസ് കാലഹരണപ്പെട്ടത് മുതൽ 500 മില്ലിക്ക് താഴെയുള്ള കൂൾ ഡ്രിങ്ക്സ് കുപ്പികളും നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഇവർക്കെതിരെ 8 പേർക്കെതിരെ 10,000 രൂപയുടെ പിഴ ചുമത്തുകയും അതിനുള്ള തുടർ നടപടി സ്വീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ സ്ക്വാഡുകൾ ഇനിയും തുടരും. പരിശോധനയിൽ ചട്ടലംഘനം കണ്ടെത്തിയ 8 വ്യാപാരികൾക്ക് 10,000 രൂപ വീതം പിഴ ചുമത്തി. നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളും 500 മില്ലി ലിറ്ററിൽ താഴെയുള്ള പ്ലാസ്റ്റിക് കുപ്പികളിലുള്ള ശീതള പാനീയങ്ങളും പിടിച്ചെടുത്തതായും പഞ്ചായത്ത് അറിയിച്ചു. കേരള 1 മലയാളം, ഇടുക്കി.